ഇനി അസുഖത്തിനെ കുറിച്ച് ഞാൻ പറയാം. അസുഖം വന്ന് രക്ഷപ്പെടുന്നവർ, ആ രക്ഷപ്പെടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ക്യാൻസർ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന അസുഖം തന്നെയാണ്. പക്ഷേ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങൾ പ്രാരംഭ ദശയിൽ വന്ന് വേണ്ട വിധത്തിൽ ചികിത്സിക്കണം. അങ്ങനെയാണെങ്കിൽ ക്യാൻസർ ഇസ് ക്യൂറബിൾ, രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ രക്ഷപ്പെടുന്നവർ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രധാന കണ്ണി എന്ന് പറയുന്നത് സമൂഹമാണ്. ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് ഉയർത്താൻ മുന്നോട്ട് വരികയാണെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടും. ഞാൻ അവിടെയാണ് പറഞ്ഞത്, നമ്മൾ ഈ എല്ലാ ദൈവങ്ങളെയും കാണുന്ന അവിടെയെന്ന് പറയുന്നതാണ്. എല്ലാ ദൈവങ്ങളെയും. കാരണം ഒരു ബന്ധവുമില്ലാതെ കൂടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ആൾക്കാരുണ്ട്, വെറും പരിചയത്തിൻ്റെ പേരിൽ മാത്രം. അതേസമയത്ത് സ്വന്തം ഭാര്യ, ഭർത്താവ്, സഹോദരന്മാരെ ഉപേക്ഷിച്ച് ഈ നിമിഷത്തിൽ പോകുന്ന കുട്ടികളും ധാരാളമുണ്ട്. മക്കളെ ഉപേക്ഷിച്ച് പോകുന്നതിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ വളരെ അപൂർവമായിട്ട് മാത്രം. ഇതുപോലെ അത് ഞങ്ങൾ അടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ്. അതായത് അവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ഒരു കുട്ടി, അവളുടെ കൂടെ എന്നും വന്നുകൊണ്ടിരുന്ന അമ്മയാണ്. അച്ഛൻ ഇവിടെ ഇല്ല. അച്ഛൻ ഇസ് നോർത്ത് ഇന്ത്യ, തെക്കേന്ത്യയിലാണ്, വടക്കേന്ത്യയിലാണ്. ഈ കുട്ടി തെക്കേന്ത്യയിൽ വളരുന്നു, അച്ഛൻ വടക്കേന്ത്യയിൽ വളരുന്നു. ഒരു ദിവസം 2-3 ദിവസം അമ്മയില്ല കൂടെ. രണ്ടാമത്തെ ദിവസമില്ല, ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ഇവിടെ പോയില്ല, അമ്മ എന്നെ ഉപേക്ഷിച്ച് വേറെ ആളുടെ കൂടെ പോയെന്ന് പറഞ്ഞു. വളരെ അപൂർവമായിട്ട് കാണുന്നതാണ്. പക്ഷേ ഭാര്യയെ ഉപേക്ഷിച്ച് പോകുന്നവരെയും ഭർത്താക്കളെ ഉപേക്ഷിച്ച് ധാരാളം ആൾക്കാരെ കാണാറുണ്ട്. അതായത് അസുഖമാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട്. മറുവശത്തെ ദൈവങ്ങളുമുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വർക്കല സ്വദേശിയാണ് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നു. അതിനെ ഭാര്യ കല്യാണം കഴിഞ്ഞിട്ട് 10 ദിവസമേ ഉള്ളൂ, 10th day ഓഫ് ദി മാരേജ്. കാലിലെല്ലിൽ ക്യാൻസറാണെന്ന് തിരിച്ചറിയുന്നു. ആ കാല് മുറിച്ച് കളയുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അദ്ദേഹം ഇവിടെയല്ല, അദ്ദേഹം ജോലി ചെയ്യുന്നത് ദുബായിലാണ്. ഒരു സാധാരണ ജോലിക്കാരൻ, എന്നെ പറഞ്ഞ ഒന്ന് പറയാം, സാധാരണ ഒരു മനുഷ്യൻ. ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല. വളരെ ബുദ്ധിമുട്ടി കഴിഞ്ഞു കൊടുത്തൊരു കുടുംബം, ഭാര്യയുടെ കുടുംബം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 മാർഗങ്ങളുണ്ട് എൻ്റെ മുമ്പിൽ. 10 ദിവസത്തെ ബന്ധമേ ഞങ്ങൾ തമ്മിലുള്ളൂ. ഞാൻ വേണമെങ്കിൽ തിരികെ പോവാം, ഇതെനിക്ക് മറക്കാം, അസുഖവും മറക്കാം, ഭാര്യയെ മറക്കാം, എനിക്ക് തിരികെ വേണേൽ പോയി ജീവിക്കാം. രണ്ടാമത്തെ മാർഗം, ഞാൻ പോയി ജോലി ചെയ്യണം, അവിടെ നിന്ന് കിട്ടുന്ന പൈസ ഇങ്ങോട്ട് അയച്ചു തരാൻ സാധിക്കും, അതുകൊണ്ട് അവളുടെ ചികിത്സയുമായിട്ട് മുന്നോട്ട് പോകണം. അദ്ദേഹം പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ രണ്ടാമത്തെ മാർഗം സ്വീകരിക്കുകയാണ്, ഞാൻ തിരികെ പോവുകയാണ്, ഞാൻ ഇവളെ ഡോക്ടറെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്, ഓരോ മാസവും ചികിത്സയുടെ ചിലവിനായിട്ട് ഞാൻ പൈസ അയച്ചു തരാം, ചികിത്സിക്കണം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരികെ പോയി. ഓരോ മാസവും ഇതുപോലെ തെറ്റാതെ മുടങ്ങാതെ ചികിത്സയ്ക്കായി പൈസ അയച്ചു തരും. ചികിത്സ കഴിഞ്ഞു, പരിപൂർണ ആരോഗ്യവതിയായി. ഇന്നും ഫോണിൽ ഞാനുമായിട്ട് ബന്ധപ്പെടും. അന്ന് ഒരു ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്നു. ഡിഗ്രി കഴിഞ്ഞു, BEd കഴിഞ്ഞു, സ്കൂൾ ടീച്ചറായി, DEO ആയിട്ട് റിട്ടയർ ചെയ്ത് ഇപ്പോഴും വർക്കലയിൽ സുഖമായി ജീവിക്കുന്ന ഒരു കുടുംബം. അദ്ദേഹം തിരികെ വന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്ത് എല്ലാവരും 2 കുട്ടികളുണ്ട്, സുഖമായിട്ട് ജീവിക്കുകയാണ്. അവിടെയാണ് നമ്മളൊരു ദൈവത്തെ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ദിവസവും നമുക്ക് മുമ്പിൽ കാണാം. അതേ സമയത്ത് കയ്യിൽ ധാരാളം പൈസ. ഇവിടെ വരുന്നത് മിക്കവാറും അച്ഛൻ്റെ അമ്മയുടെ മരണത്തിൻ്റെ സമയത്ത് വരും. കയ്യിലൊരു ടിക്കറ്റ് ഉണ്ടാവും, അത് റിട്ടേൺ ടിക്കറ്റാണ്, തിരികെ അമേരിക്കയിലേക്ക് പോകുന്ന ടിക്കറ്റാണ്. അദ്ദേഹം ഓരോ ദിവസവും അക്ഷമനാകും. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ അമ്മ മരിച്ച് അല്ലെങ്കിൽ അച്ഛൻ മരിച്ചിട്ട് അന്ത്യകർമ്മവും ചെയ്ത് തിരികെ പോകാനുള്ള സമയം വേണം. ആ ടിക്കറ്റ് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം ഓരോ ദിവസം വന്ന് ചോദിക്കും, എന്ന് സംഭവിക്കും. ആ സംഭവം അമ്മ രക്ഷപ്പെടുന്ന സംഭവമല്ല, എന്ന് അമ്മ മരിക്കും അല്ലെങ്കിൽ എന്ന് അച്ഛൻ മരിക്കും. കാരണം അദ്ദേഹത്തിന് ദിവസം വേണം, 2 ദിവസമെങ്കിലും വേണം കർമ്മം കഴിഞ്ഞ് തിരികെ പോകാനായിട്ട്. നമ്മൾ കാണുന്ന അസുരന്മാർ ഇതുപോലെ നമ്മുടെ കൂടെ ഉണ്ട്.
ഇപ്പോൾ ഇവരെല്ലാം നമ്മുടെ മുമ്പിലുള്ള ജീവിതങ്ങൾ തന്നെയാണ്. ആ ജീവിതങ്ങൾ കാണുമ്പോൾ ഇന്ന് മഹാഭാരതവും രാമായണമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രസക്തിയുണ്ട്. നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരെ പഠിപ്പിക്കണം, വായിച്ച് കേൾപ്പിക്കണം, ഓരോ കഥാപാത്രങ്ങളെയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കണം. എങ്ങനെ വേണം, എങ്ങനെ ജീവിക്കണം, അത് അവതരിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറേ പേരുടെയെങ്കിലും മനസ്സ് നമുക്ക് മാറ്റാൻ സാധിക്കും. നല്ലൊരു നാളെ നമുക്ക് നമ്മുടെ കുട്ടികളെ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ അവർ മുന്നോട്ട് പോകട്ടെ. അല്ലാതെ അക്രമവും മാത്രം കണ്ടുകൊണ്ടും സിനിമകളിലൊക്കെ കാണുന്ന മുഴുവൻ അങ്ങനെ നമ്മളിപ്പോൾ കാണാം. നമുക്ക് എത്ര പേരെ കൊല്ലുന്നോ അത്രയും നല്ല സിനിമയാണ്. എത്ര അക്രമമുണ്ടോ അത്ര. നിങ്ങൾക്ക് അടുത്ത കാലത്ത് നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങൾ എത്ര സിനിമകൾ ദേ ആൾ സക്സസ്ഫുൾ. കാരണം അതെല്ലാം അവസാനം കണ്ടെത്തുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും പോകാത്തൊരു മനസ്സുമായിട്ട് ജീവിക്കുന്ന കുട്ടികൾ നമ്മുടെ സമൂഹവും നമുക്ക് പടുത്തുയർത്താനായിട്ട് നമ്മുടെ ഒരു വലിയ പങ്കുണ്ട്. ആ പങ്കിൻ്റെ ചെറിയ ഭാഗമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഈ രാമായണ മാസം പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ദർ ഇസ് എ മീനിങ് ഇൻ ദിസ് മന്ത്. ഈ ഒരു മാസത്തിന് അർത്ഥമുണ്ട്. അതിന് സാധിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഇവിടെ വരാൻ സാധ്യമായ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.